Welcome back to my YouTube channel. This is Aishu, and yes, you're watching Super Cute Aishu. Guys, welcome to Giving My Umma 10 Amazing Gifts Part 3. ഗൈസ് ഇത് ഞാൻ ലാസ്റ്റ് നിർത്തിയ വീഡിയോ ഇപ്പം തന്നെയാണ്. പക്ഷെ ഞാൻ ലൈക്ക് കട്ട് ഇടുന്നത് ലൈക്ക് ചിലപ്പം ഈ ഇത് നമ്മൾക്ക് ഇടുമ്പോൾ സൈസ് കൂടുതലായി വരും. അപ്പം ഞാൻ എഡിറ്റ് ഷോർട്ടിലേക്ക് ആക്കട്ടെ. ഷോർട്സിലേക്ക് ഇട്ടാൽ അത്ര ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇടുന്ന ഒരു ഇതുണ്ടാവില്ല, ആ ഒരു ഇതുണ്ടാവില്ല ഗൈസ്. അപ്പം ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഞാനിങ്ങനെ കട്ടായിട്ട് ഇടുന്നതാട്ടോ. ഇപ്പം കൂടി ഞാൻ കട്ടാക്കിയിട്ടുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് 10th ഗിഫ്റ്റ് എടുത്തില്ല. അപ്പം ഇത് എൻ്റെ കസിന്, അങ്ങനെ എൻ്റെ ഉപ്പാൻ, അത് ഞാൻ സെക്കൻഡ് വീഡിയോ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് എൻ്റെ കസിന് എനിക്ക് വിട്ടൊരു ഫോൺ, വിവോ, അതിൻ്റെ ഒരു ഫോൺ പെട്ടിയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ 2 ഷെല്ലാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഷെല്ലുമ്പോൾ ഞാൻ അങ്ങനെ പെയിൻ്റ് അടിച്ചിട്ട് 2 ഷെല്ല് അങ്ങനെ ചെയ്തിട്ട്, പിന്നെ നമ്മൾ ഈ കുഞ്ഞു കുട്ടികളുടെ ബഹ്റൈനിൽ പ്രത്യേകിച്ചിട്ട് ഈ കുഞ്ഞു കുട്ടികളുണ്ടാവില്ലേ, ആ കുഞ്ഞു മുഖം, എന്നിട്ട് ഒരു ഫുൾ ഇങ്ങനെ ഒരു കുഷ്യൻ പോലത്തെ ഒരു ബൊമ്മ ഞാൻ കാട്ടിത്തരാം ഗൈസ്. ഇപ്പോൾ എടുത്ത് തരാം. ഇത് കണ്ടോ ഗൈസ്, ഇത് പൊട്ടിയതല്ല കേട്ടോ. ഇത് എനിക്ക് ലൈക്ക് നമ്മളെ ഇയർ ക്യാപ്പ് ഉണ്ടാവുമല്ലോ, സ്റ്റൈലിഷ് ആയിട്ടുള്ള, അപ്പം നമുക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സാധനമാണ് ഗൈസ്. അപ്പം ഇത് ഈ കുഞ്ഞു കുട്ടികളുടെ തല ഞാൻ കാട്ടിത്തരാം. ഇത് ട്രൈ ആവാൻ, ഇതാണ് തല വെച്ചോളി. ഇവിടെ അങ്ങനെ തല വെച്ചിട്ട് ഈ സാധനം ഇതേമാതിരി തന്നെ കളർ ഡിഫറൻസ് ഉണ്ടാവും, അങ്ങനത്തെ ഇതുണ്ടായിട്ട്, എന്നിട്ട് അതേമാതിരി അതിന് നമ്മളിവിടെ അങ്ങനെ വെക്കുന്ന ഒരു ക്യാപ്പ് ഉണ്ടാവില്ലേ, അതുമേലും ഇതേ കുറച്ച് ഫറൊക്കെ എടുത്തിട്ട് കുറച്ച് സ്റ്റിക്കുകളൊക്കെ റൗണ്ട് ചെയ്തിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കീ ചെയിൻ ഗൈസ്. ആ കീ ചെയിൻ 2 കീ ചെയിൻ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആ പടയാളിൻ്റെ അത് 7th ഗിഫ്റ്റ്, അത് ഈ കളറല്ല കേട്ടോ, പിങ്ക് കളർ ഞാൻ വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടാണ് ഗൈസ്, ഞാൻ കാട്ടിത്തരാം. ഇപ്പം അല്ല, ഗിഫ്റ്റ് തുറക്കുമ്പോൾ. അപ്പം ഇതാണ് നമ്മുടെ 10th ഗിഫ്റ്റ്. 8th ഗിഫ്റ്റ് ഒക്കെ എടുക്കുന്നു. അപ്പോൾ ഇത് അങ്ങനെ ഒരു പിങ്ക് ഗിഫ്റ്റ് ഇട്ടു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഇതിൻ്റെ കൈ കിട്ടി അടക്ക്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ എല്ലാതും അങ്ങനെ കഷ്ടപ്പാടുകളുടെ എൻ്റെ അറൗണ്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള നമ്മൾ നല്ല 10 അമേസിങ് ഗിഫ്റ്റ്സ് നമ്മൾ സെറ്റാക്കിയിട്ടിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾക്ക് എന്താണ് ചെയ്യാനുള്ളത്, ഇതിനുള്ള ലിസ്റ്റൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലൂ വായിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ എന്തൊക്കെയുള്ള ക്ലൂ അത് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചുതരാം. അപ്പം നിങ്ങൾക്ക് എന്താവും, അങ്ങാനും ഈ ഷീറ്റ് ഡിസ്ട്രിബ്യൂട്ട് എനിക്ക് ഈ പാർട്ട് 3 വീഡിയോ ഉണ്ടാകും. 1ാമത്തെ ഗിഫ്റ്റ് ഞാൻ ഡയറക്റ്റായിട്ട് ഞാൻ എന്നിട്ട് കൊടുക്കും. അതിലുള്ള ക്ലൂ, 2ാമത്തെ ഗിഫ്റ്റിനുള്ള ക്ലൂ അണ്ടർ ദ ബെഡ് എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ ബെഡിൻ്റെ അടിയിൽ. പിന്നെ 3ാമത്തെ ഗിഫ്റ്റ് ഇരിക്കുന്നത് പഴയ TV, അതായത് എൻ്റെ സെക്കൻഡ് ബെഡാണ് ഇവിടെ ഉള്ളത്, ഫസ്റ്റ് ബെഡ് അവിടെ ഇടയ്ക്ക് ഇങ്ങനെ മാറി കിടക്കാറുണ്ട്. അപ്പം ആ സെക്കൻഡ് ബെഡിൻ്റെ ഉള്ളിൽ ഒരു TV ഉണ്ട്, അതായത് പഴയ TV, അതിൻ്റെ പുറകിലാണുള്ളത് 3rd ഗിഫ്റ്റ്. 4th ഗിഫ്റ്റ് ഉമ്മാൻ്റെ റൂമിൽ ഡ്രസ്സിങ് ടേബിളിൻ്റെ അടിയിൽ എന്താണ്, അതെ, ബാസ്ക്കറ്റ്സിൻ്റെ ഉള്ളിൽ. 5th ഗിഫ്റ്റ് ഉള്ളത് നമ്മളെ പുതിയ TV, അതായത് ഇംപെക്സ് TVൻ്റെ ബാക്കിൽ. 6th ഗിഫ്റ്റ് ഉള്ളത് ലാപ്ടോപ്പ് കേസിൽ, ഉമ്മാൻ്റെ ലാപ്ടോപ്പ് കേസിൽ. 7th ഗിഫ്റ്റ് ഉള്ളത് ഉമ്മാൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ കബോർഡിൻ്റെ മുകളിൽ. 8th ഗിഫ്റ്റ് ഉള്ളത് നമ്മൾ ഉമ്മാൻ്റെ റൂമിൽ ഒരു ഖുർആനൊരു ഷെൽഫുണ്ട്, അതിൻ്റെ അടിയിലൊരു ഷെൽഫുണ്ട്, ഷെൽഫിനാണ് 8th ഗിഫ്റ്റ് ഉണ്ടാവുക. 9th ഗിഫ്റ്റ് ഉള്ളത് കുറച്ച് കുറവാണല്ലോ, ആ ഒരു റൗണ്ട് ബോക്സ്, അത് ഉമ്മാൻ്റെ നമ്മൾ മാട്രസ്, അതായത് ബെഡ് എന്ന് പറയുന്നത് കട്ടിലാണ്, അതിൻ്റെ ഉള്ളിലൊരു മാട്രസ് ഇടുമല്ലോ, അതിൻ്റെ അടിയിലാണ് നമ്മൾ 9th ഗിഫ്റ്റ് വെക്കുന്നത്. 10th ഗിഫ്റ്റ് ഉമ്മാൻ്റെ അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഉമ്മാൻ്റെ റൂമിൻ്റെ ഉള്ളിലൊരു ടേബിൾ ഇട്ടിട്ട് അതിൻ്റെ അടിയിലൊരു ഡ്രോയർ ഉണ്ട്, ഉമ്മ ലൈക്ക് ഓഫീസ് ഡീറ്റെയിൽസ് ഒക്കെ വെക്കുന്നത്. ആ ഡ്രോയറിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, 10th ഗിഫ്റ്റ് വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ലിസ്റ്റ് കാണാതാവുകയാണെങ്കിൽ എനിക്ക് ഈ വീഡിയോ കണ്ടത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ഹോൾ പാർട്ട് വിത്ത് യുവർ പേഷ്യൻസ്. അപ്പോൾ അതായത് നിങ്ങളെ ക്ഷമയൊക്കെ കാലത്ത് ഓരോരോ പാർട്ടുകൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഓരോരോ സപ്പോർട്ടുകൾ തന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ എൻ്റെ അനലൈറ്റിക്സ്, അതായത് നമ്മളെ എല്ലാ വീഡിയോ ഇട്ടിട്ട് എത്ര വ്യൂസ് ആയി എന്നൊക്കെ നമുക്ക് നോക്കാം. അതിൽ 9.0K കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ഒരു ഷോർട്ടായിട്ട് തന്നെ അത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. Thanks for your attention, and I'm so grateful and so grateful for each of you for your attentions, and I hope you subscribe to our channel and make it till 1 million.
and I hope you will give your all support to me to reach till 100 or 150 all subscribers, and this 66 subscribers also I am so grateful. അപ്പം അത്രയും താങ്ക്സ്. പിന്നെ ഞാൻ ആദ്യം പാർട്ട് 1 ഇട്ടുന്നത് ഞാൻ വേറൊരു ക്ലോത്തായിരുന്നു. അപ്പോൾ അതെന്താ പറയുക, ഞാൻ ഉമ്മാൻ്റെ ഫോണിലായിരുന്നു എടുത്തത്. അതിൽ കുറച്ച് ക്ലാരിറ്റി ഉണ്ടായിരുന്നു, ഇതിൽ കുറച്ച് ക്ലാരിറ്റി ഡൗൺ ആണ്. പിന്നെ സോറി. അപ്പം ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് അത്രയും നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഗൈസ്. ഞാൻ ഈ ഫോണിൽ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലാവുമ്പോൾ ഉമ്മാൻ്റെ ഫോണിൽ കുറച്ച് നെറ്റ് ഇഷ്യൂ ഉണ്ട് ഗൈസ്. അപ്പം അങ്ങനെ ഫോർവേഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം ഞാൻ എൻ്റെ ഫോണിൽ എടുക്കാമെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ അത്ര ക്ലാരിറ്റി ഇല്ല. ഇൻസ്റ്റയിലൊക്കെ പോയാലേ നല്ല ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു അടിപൊളി കണ്ടൻറ്റുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ടാറ്റാ.